അങ്ങനെ ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം ഞാൻ തിരിച്ച് പ്രവാസ ലോകത്തേക്ക് പറക്കാൻ വേണ്ടി പോവുകയാണ്. വന്നതുപോലെ തന്നെ തിരിച്ച് കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് തന്നെയാണ് പോകുന്നത്. ഉപ്പാപ്പനെയും ഉമ്മാമ്മനെയും എല്ലാവരെയും കൂട്ടിയിട്ട് എയർപോർട്ടിൽ വന്ന് ഇവിടെ നിന്നാണ് പോകുന്നത്. പോവാണ്. ബൈ ബൈ. ഉറങ്ങി കണ്ണൂർ എയർപോർട്ടിൽ. ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ് 16 മിനിറ്റ് പിന്നിടുമ്പോൾ ഞങ്ങൾ കണ്ണൂർ എയർപോർട്ടിലാണ്. ഞങ്ങളിതാ കണ്ണൂർ എയർപോർട്ടിലാണ്. ഇവിടുന്ന് അല്ലുവിൻ്റെ വിലപ്പെട്ട 2 സാധനങ്ങൾ നഷ്ടമായി. അവൻ്റെ ഒരു തോക്ക്, അവർ കളിപ്പാട്ടം, ടോയ് ഗണ്ണ്, ഒരു ടോയ് ഗണ്ണും പിന്നെ ഒരു വാളും പിന്നെ ഒരു ടോയ് ഗണ്ണിൻ്റെ ഒരു പാർട്ടും. അവിടെ നിന്ന് വരുമ്പോഴേ കുറേ പറഞ്ഞിരുന്നു എടുക്കല്ലേ. എന്നിട്ട് ഇവൻ കുറേ കളിപ്പാട്ടം നിറയെ, എൻ്റെ ബാഗ് അവിടെ, കളിപ്പാട്ടം നിറയെ ബാഗല്ല, ഈ ബാഗ് നിറയെ കളിപ്പാട്ടം കൊണ്ടുവന്നേ. എന്നിട്ട് അവർ ചെക്കിങ്ങിൻ്റെ സമയത്ത് എൻ്റെ മൊബൈലും പവർ ബാങ്കും ഒക്കെ നമ്മൾ പുറത്തിട്ട് ചെക്ക് ചെയ്യല്ലോ, വാച്ചും ഒക്കെ പുറത്തിട്ട് ചെക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ ടോയ്സ് ഉണ്ടോ എന്ന് ചോദിച്ചു ബാഗിൽ. അപ്പം നോക്കുമ്പോൾ ആ ബാഗിൽ നിറയെ പിന്നെ മറ്റേ എന്താണ് ക്രിസ്മസ് അപ്പൂപ്പൻ്റെ ചാക്ക് പോലെ നിറയെ ടോയ്സാണ്. ഒക്കെ പുറത്തിട്ടു. അതും വലിയ വലിയ ടോയ്സ് ഒന്നും അല്ല കേട്ടോ, കുട്ടി ടോയ്സ് ആയിരുന്നു, കുഞ്ഞി. പിന്നെ കിൻഡർ ജോയിൽ നിന്ന് കിട്ടിയ സാധനങ്ങൾ വരെ ഉണ്ടായിരുന്നു. ഒക്കെ പുറക്കി കൂട്ടി എല്ലാം ആ ട്രേയിൽ ഇട്ട് കൊടുത്തു. അപ്പോഴാണ് 3 കഷ്ണം തോക്കിൻ്റെ പീസ്. അപ്പോൾ അവർ കടത്തി വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ ഒരു പോലീസ് ഉണ്ടായിരുന്നേ, അയാൾ കുറേ സഹകരിച്ചിട്ടോ, അയാൾ കുറേ ട്രൈ ചെയ്തു ഞങ്ങൾക്ക് അങ്ങനെ കടത്തി വിടാൻ വേണ്ടി. അപ്പോൾ വേറൊരാളോട് ചോദിച്ചപ്പോൾ അയാൾ പറ്റില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് എയർലൈൻ സ്റ്റാഫിനോട് ചോദിച്ചിട്ട് അവർ പുറത്തേക്ക് കൊടുത്തുവിടാന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ നോക്കി. അപ്പം പിന്നെ എയർലൈൻ സ്റ്റാഫിനെ വിളിച്ചപ്പം പുറത്തേക്ക് സാധനം കൊടുത്തുവിടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അത് ഇവിടെ കണ്ണൂർ എയർപോർട്ടിലെ വേസ്റ്റ് ബാസ്ക്കറ്റിൽ കിടക്കുന്നുണ്ട് സാധനം. ഞങ്ങൾക്കാണെങ്കിൽ ഇവിടുത്തെ സിമ്മും ഇല്ല, ഒക്കെ കൊണ്ട് പെട്ടു എന്നുള്ള അവസ്ഥയാണ്. നാട്ടിൽ സിം ഇല്ലായിരുന്നു. 3 ആഴ്ചത്തേക്ക് വേണ്ടി വന്നതുകൊണ്ട് ഞാൻ ഉമ്മാമ്മൻ്റെ സിമ്മായിരുന്നു യൂസ് ചെയ്തത്. പിന്നെ എന്താണ് ദണ്ടി പോയ അണ്ണാനെ പോലെ ഇരിക്കുന്നുണ്ടോ. തിറകളുടെയും തറികളുടെയും നാടാണ് കണ്ണൂർ, നിങ്ങൾക്കറിയാലോ. കണ്ണൂർ എയർപോർട്ടിൽ ഇതാ ഒരു കാക്ക. ഈ കാക്ക കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും പറന്ന് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫ്ലൈറ്റിലെത്തിയിട്ട് എനിക്ക് ഉറക്കമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എത്ര കിടന്നിട്ടും എനിക്ക് ഉറക്കം വരുന്നില്ലായിരുന്നു. ഞങ്ങളെ വീട്ടിലെത്തി. എൻ്റെ വണ്ടി കിടക്കുന്നുണ്ട് ഇവിടെ ഉണ്ടോ, ഒന്നപാടെ ഇതൊക്കെ തുറന്നിട്ട് ഇവിടെ ഒരാളിരുന്നിട്ട്